സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്ത് നിയമം വരും, നമ്മുടെ നിയമത്തിൽ കൂടെ പോയവരെയൊക്കെയാണോ തിരിച്ചെടുത്തത്? അല്ലല്ല, അങ്ങനല്ല. ഞാൻ ഇപ്പം 100% തിരിച്ചെടുക്കണം. അവരെ പോയി കണ്ട അവർ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞത് തെറ്റാണ്. അവര് ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലല്ലോ ഇറങ്ങിപ്പോയത്, നമ്മളല്ലേ അവരെ എല്ലാം കൂടെ വേദനിപ്പിച്ച് പുറത്താക്കിയത്. അതൊക്കെ സത്യം തന്നെയാണ്, ആരും നുണ പറയുന്നതല്ല. നമ്മൾക്ക് പറ്റിയ തെറ്റുകൾ തിരുത്താൻ നോക്കണം. ഡെഫിനറ്റ്ലി അത് തിരുത്താനൊരു സംഘടനയ്ക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ആ സംഘടനയുടെ ഒരു മിടുക്കെന്ന് പറഞ്ഞത്? ഒരു സമയത്ത് ഈ സംഘടനക്കാരെ അവിടെ നിന്ന് നിരത്തി ഇതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ചിരിച്ച് അട്ടഹസിച്ച് പുറകിൽ നിന്ന് ചാടിയവരൊക്കെയാണ് നമ്മളെയൊക്കെ ലൂസ് ടോക്കേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. അത് പോട്ടെ, എന്തെങ്കിലും ആട്ടെ, അവരുടെ ഓരോരുത്തരുടെ രീതികൾ പോലിരിക്കും. പക്ഷേ ആ കുട്ടിയൊന്നും അങ്ങനെ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു സംഘടനയിലായി പോയത് കൊണ്ട് തെറ്റ് ചെയ്തത് കോടതി പറയട്ടെ. ഇപ്പൊ 3-4 പേരുടെ പേര് നമ്മൾ കേൾക്കുന്നില്ല, അവരോട് പറഞ്ഞു അവരിവരോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതിന്റെ യഥാർത്ഥ സംഭവം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പുറത്തു വരും. അപ്പൊ പിന്നെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമല്ലേ, ഒരബദ്ധം പറ്റി ഇങ്ങനെ വിഷമിച്ചു, ഒന്നുമില്ല കേട്ടോ, സോറി, ഞങ്ങളിങ്ങനെ പലരെയും അനുസരിക്കേണ്ടി വന്നു, അത് വിട്ട് എന്നൊന്ന് ഒരു സ്റ്റെപ്പ് താഴെ നിന്ന് പറഞ്ഞാലെന്തോ അപ്പോഴത്തേക്കും അഭിമാനം പോവോ? അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ പറഞ്ഞതിന്റെ ഇവിടുത്തെ അടിപിടി ആരും അറിയാതിരിക്കുകയാണ്, എല്ലാവർക്കും എല്ലാം അറിയാം. എന്നാലും ഇനിയെങ്കിലും അതൊക്കെ മാറ്റി നിർത്തിയിട്ട് അവിടെ എപ്പോഴും പറ്റുന്ന എന്താണെന്നറിയാമോ, ഒരു ഗ്രൂപ്പ്, അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര്, വേണമെങ്കിലും വേണ്ടെങ്കിലും അമ്മ ആഫീസിൽ കയറി ഇറങ്ങും ചുമ്മാ കുറെ പേര്.